നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എർലിംഗ് ഹാലൻഡ് നോർവേയും കൊണ്ട് വേൾഡ് കപ്പിന് 98-ന് ശേഷം ആദ്യമായിട്ട് നോർവേ വേൾഡ് കപ്പിനെത്തുമ്പോൾ ഹാലൻഡ് തന്നെയാണ് അതിൻ്റെ പുറകിലെ പ്രധാനപ്പെട്ട ചാലകശക്തി. എന്തൊരു കളിയാണ് അവൻ കളിക്കുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ പൊളിച്ചടുക്കിയൊരു പ്രകടനം. ക്ലബിനും രാജ്യത്തിനുമായിട്ട് 32 ഗോളുകളാണ് അവൻ ഈ ഒരു സീസണിൽ ഇതുവരെ നേടിയിട്ടുള്ളത്. 16 ഗോളുകൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അടിച്ചു കൂട്ടി. 16 ഗോളുകൾ. 55 ഗോളുകളാണ് നോർവേക്ക് വേണ്ടി വെറും 48 കളികളിൽ നിന്ന് അടിച്ചിട്ടുള്ളത്. 72 കളികളിൽ നിന്നാണ് വെയിൻ റൂണി 55 അന്താരാഷ്ട്ര ഗോളുകളിലേക്ക് എത്തിയതെന്നത് ഓർക്കണം. അപ്പോഴാണ് ഈ പയ്യൻ 48 കളികളിൽ നിന്ന് 55 അന്താരാഷ്ട്ര ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നത്. സേഫല്ല കേട്ടോ. ആരുടെയും ഗോളടിയുടെ റെക്കോർഡ് ഇവൻ്റെ മുന്നിൽ സേഫല്ല. ഇവൻ ഓൺ സീസൺ വണ്ടറാണ്, ഇപ്പോൾ തീരുവെന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ വായടച്ച് പോയിട്ടുണ്ട്. സീസണിന് ശേഷം, സീസൺ ആഫ്റ്റർ സീസൺ അവൻ കൂടുതൽ കരുത്തനാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഫുട്ബോൾ പ്രേമികൾക്ക് സുന്ദരമായൊരു കാലഘട്ടമാണ്. ഭാവിയിൽ അവർക്ക് പറയാൻ പറ്റും, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എർലിംഗ് ഹാലൻഡ് ഒരു കുഞ്ഞു ടീമിനെ എന്ന് പറഞ്ഞാൽ 98-ന് ശേഷം വേൾഡ് കപ്പ് യോഗ്യത പോലും കിട്ടാതിരുന്നൊരു ടീമിനെ 10-25 കൊല്ലങ്ങൾക്ക് ശേഷം, 10-25 കൊല്ലമൊന്നും പറഞ്ഞാൽ പോരാ, 30 കൊല്ലത്തോളം അതിനടുത്തായി കൊല്ലത്തോളം വേൾഡ് കപ്പ് യോഗ്യത ഇല്ലാതിരുന്ന ഒരു ടീമിനെയാണ് അയാൾ വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എർലിംഗ് ഹാലൻഡിൻ്റെ ഈ മാജിക് എന്ന് ആളുകൾക്ക് പറയാൻ പറ്റും. 2022 വേൾഡ് കപ്പിൽ നമ്മളൊക്കെ ഏറെ മിസ് ചെയ്ത ഒരു കാര്യമാണ് എർലിംഗ് ഹാലൻഡിൻ്റെ ഒരു നോർവേ വേൾഡ് കപ്പിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. നല്ല ഫോമിൽ കളിക്കുന്ന ഹാലൻഡിന് വേൾഡ് കപ്പ് മിസ്സായി. പക്ഷേ ഇത്തവണ അവൻ തന്നെ തുനിഞ്ഞങ്ങിറങ്ങി എല്ലാം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇറ്റലി ഇന്നലെ വലിച്ചു കീറി ആ ഗ്രൂപ്പിൽ നിന്ന് ഒന്നാമന്മാരായിട്ടാണ് അവർ വരുന്നത്. ഇപ്പോൾ എർലിംഗ് ഹാലൻഡിൻ്റെ ഒരു പ്രകടനം യൂറോപ്യൻ ക്വാളിഫയേഴ്സിൽ അവൻ്റെ ഡെബ്യൂവിന് ശേഷം അവനേക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ച ആരുമില്ല യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ കണക്ക് കൂടി ചേർത്തിട്ടാണ്. 14 മാച്ചസ് 21 ഗോളുകൾ ഫസ്റ്റ് ഇൻ കോമ്പറ്റീഷൻ, 2 അസിസ്റ്റുകൾ, 23 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ്. ഓരോ 57 മിനിറ്റിലും അവൻ്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻ. 18 ബിഗ് ചാൻസുകൾ അവൻ കൺവേർട്ട് ചെയ്തു. ഇക്കാര്യത്തിൽ അവൻ ഒന്നാമതാണ്. 43 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, ആ കാര്യത്തിലും അവൻ ഒന്നാമതാണ്. 10 കീ പാസുകൾ. സോ അവൻ മുന്നിൽ നിന്ന് ഗോളടിച്ച് കൂട്ടുമ്പോൾ നോർവേയുടെ ബാക്കി ടീം അംഗങ്ങൾക്ക് എങ്ങനെ ജയിക്കാതിരിക്കാനാവും? 8 മാച്ചസ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവരുടെ ടീം കളിച്ചിട്ട് 8 വിജയിച്ചെന്നേ. ഒറ്റ തോൽവിയില്ല, ഒറ്റ സമനിലയില്ല. 100% വിൻ റേറ്റ്. 37 ഗോളുകൾ. 37 ഗോളുകൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 8 കളികളിൽ നിന്നാണ്. 8 കളികളിൽ നിന്ന് തിരികെ വാങ്ങിയതോ 5 ഗോളുകൾ, 4 ക്ലീൻ ഷീറ്റുകൾ, 48 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 6 ബിഗ് ചാൻസസ് പെർ ഗെയിം എന്ന് പറയേണ്ടി വരും. ദെൻ 6 ബിഗ് ചാൻസസ് ആണ് ആകെ അവർ കൺസീഡ് ചെയ്തത്. 4.2 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം, 57.5% ബോൾ പൊസഷൻ. ഇറ്റലിയൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പിലാണ് ഈ ഒരു പ്രകടനം നടത്തുന്നത്. അവരുടെ ഗോളടിയുടെ കണക്കിന് ശേഷം പിന്നെ പുറകിലുള്ളത് സ്പെയിനാണ്. 31 ഗോളുകളാണ് അവരുടെ വകയുള്ളത് എന്ന കാര്യം കൂടി നോക്കുക. അത് 2025 മൊത്തം ഗോളിൻ്റെ കണക്കാണ്. മൊറോക്കോ 30 ഗോളുകൾ, അത് യൂറോപ്യൻ മേഖലയിലല്ല, മൊത്തം 2025 ഗോളിൻ്റെ കണക്ക്. പോർച്ചുഗൽ 29 ഗോളുകൾ, നെതർലൻഡ്സ് 28 ഗോളുകൾ. ഇവരെക്കാളൊക്കെ 10 ഗോളുകളോ 15 ഗോളുകളോ ഒക്കെ ഈ ടീം നോർവേ മുന്നിലുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എർലിംഗ് ഹാലൻഡാണ്. ഒരു പെർഫെക്റ്റ് റെക്കോർഡാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ. 8 കളി 8 വിജയിച്ചു, ഗോളടിച്ച് കൂട്ടുന്നു. സെക്കൻഡ് ബെസ്റ്റ് ടീമിനേക്കാൾ 14 ഗോളുകൾ അവരടിച്ചിട്ടുണ്ട് അധികം. 5 ഗോളുകളെ കൺസീഡ് ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് വല്ലാത്തൊരു കണക്കാണ്. കൈയടിച്ച് പറ്റൂ. എർലിംഗ് ഹാലൻഡും സംഘവും വേൾഡ് കപ്പിൽ എന്ത് ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇപ്പോൾ ഈ നടത്തുന്ന കുതിപ്പുണ്ടല്ലോ, ഇറ്റലിയൊക്കെ വലിച്ചു കീറിക്കൊണ്ട് നടത്തുന്ന കുതിപ്പ്, അത് എർലിംഗ് ഹാലൻഡ് ടീമിലുണ്ട് എന്ന ബലത്തിൽ തന്നെയാണ്. വല്ലാത്തൊരു മാജിക്കൽ പ്രസൻസാണ് പയ്യൻ്റേത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.